നമസ്കാരം, ഞാൻ നന്ദനൻപിള്ള. എൻ്റെ 29ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ വണ്ടിപ്പെരിയാർ ചുറ്റിപ്പറ്റി കിടക്കുന്ന RBT എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സർക്കാർ ഭൂമിയെ സംബന്ധിച്ചാണ്. RBT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാം ബഹദൂർ ദാഖൂർ എന്ന അറിയപ്പെടുന്ന ഒരു ബീഹാറിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ്. ഈ സ്ഥലം നമ്മൾ ഈ സർക്കാർ ഭൂമി സംബന്ധിച്ചുള്ള 1 മുതൽ 6 വരെയുള്ള വീഡിയോകളിൽ നിന്ന് പറഞ്ഞിട്ടുള്ളതുപോലെ ചെറുവള്ളി എസ്റ്റേറ്റ്, ചെറുവള്ളി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ട്രാവൻകൂർ റബ്ബർ ആൻഡ് ടീ എസ്റ്റേറ്റ്, അത് കഴിഞ്ഞ് ബോയ്സ് എസ്റ്റേറ്റ്, അത് കഴിഞ്ഞ് പീരുമേട് എസ്റ്റേറ്റ്, അത് കഴിഞ്ഞ് കുട്ടിക്കാനം മുതൽ അങ്ങ് ഏലപ്പാറ വരെയും, കുട്ടിക്കാനം മുതൽ അങ്ങ് ഏതാണ്ട് കുമളി അടുത്ത് വരുന്ന സ്ഥലങ്ങൾ വരെയും, അതുപോലെ നമ്മുടെ വള്ളക്കടവ് അടുത്ത് വരുന്ന സ്ഥലം വരെയും. വള്ളക്കടവ് എന്ന് പറഞ്ഞാൽ ഗവി റൂട്ടിലാണ്, വണ്ടിപ്പെരിയാറിൽ നിന്ന് ഗവി പോകുന്ന റൂട്ടാണ് വള്ളക്കടവ് വ്യാപിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അതുകൂടാതെ നമ്മൾ ശബരിമലയ്ക്കൊക്കെ നടന്നു പോകുന്ന സത്രം റൂട്ടിൽ ഏതാണ്ട് AVTയുടെ എസ്റ്റേറ്റ് തുടങ്ങുന്ന ഭാഗം വരെയും വ്യാപിച്ച് കിടക്കുന്ന 10,000-ൽ പരം രേഖയിൽ ഉള്ളതും ഏതാണ്ട് 11,000-ഓളം ഏക്കർ സ്ഥലവും ഉൾപ്പെടുന്ന ഒരു വലിയ പ്രദേശമാണ് ഈ ബീഹാറിയായ റാം ബഹദൂർ ദാഖൂറിൻ്റെ പേരിലുള്ള RBT എസ്റ്റേറ്റ്. ഇത് 9 കമ്പനികളായിട്ടാണ് നേരത്തെ പ്രവർത്തിച്ചു വന്നിരുന്നത്. ഇതിലേക്ക് ഞാനൊരു റിപ്പോർട്ട് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായത് വാരണാസി സ്വദേശിയായ ഒരു PK സിംഗ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു കുസും സിംഗ്, അവർക്ക് ഇതിലൊരു എസ്റ്റേറ്റിൽ ഏതാണ്ടൊരു 34.18 ഏക്കർ സ്ഥലത്തിന് അവകാശമുണ്ടെന്ന് കാണിച്ചുകൊണ്ട് അവർ സംസ്ഥാന പോലീസ് മേധാവിക്കും മറ്റ് ഉയർന്ന തലങ്ങളിലും പരാതി കൊടുക്കുകയും, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ, പരാതികളൊന്നും അന്വേഷിക്കുന്നതിനായിട്ട് എന്നെ ഏൽപ്പിക്കുന്നതിന് നമ്മുടെ സംവിധാനത്തിന് താല്പര്യമില്ലെങ്കിലും ഇവർക്ക് താല്പര്യമുള്ള ചില വിഷയങ്ങൾ അന്വേഷിക്കുന്നതിൽ നമ്മുടെ ബഹ്റ പോലുള്ള ആളുകൾക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇവർക്ക് താല്പര്യമുള്ള വിഷയമാണ്, അപ്പോൾ അവിടെ ശരി അറിയണം അവർക്ക്. അപ്പോൾ ആ അർത്ഥത്തിൽ എന്നെ ഏൽപ്പിച്ച ഒരു എൻക്വയറിയാണ് ഈ RBTയുടെ ഈ കുസും സിംഗിൻ്റെ പരാതി. വാരണാസി സ്വദേശിയായ കുസും സിംഗിന് ഈ പറയുന്ന സ്ഥലത്ത് 34.18 ഏക്കർ സ്ഥലമുണ്ടെന്ന് ഉള്ള അവകാശവുമായി ബന്ധപ്പെട്ട പരാതി. പരാതിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഇവരൊരു പരാതി നേരെ കൊടുത്താൽ ആ പരാതിയിൽ നടപടിയൊന്നും ഉണ്ടാകത്തില്ല. നമ്മുടെ സംവിധാനത്തിൻ്റെ കുഴപ്പമാണ്. നമ്മുടെ പോലീസ് സംവിധാനത്തിൽ നമ്മൾ ആരെങ്കിലും നേരിട്ടൊരു പരാതി കൊടുത്താൽ സാധാരണഗതിയിൽ നീതി കിട്ടാറില്ല. ഇതിൽ കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരു പ്രബുദ്ധനായൊരു ഇടനിലക്കാരനുണ്ടായിരുന്നു ഈ പരാതിയിൽ. അതുകൊണ്ടാണ് ആ ഇടനിലക്കാരനുണ്ടായതുകൊണ്ടാണ് ഒരു ശരിയായ അന്വേഷണം നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവി ബഹ്റ ആഗ്രഹിച്ചത്. ഇല്ലെങ്കിൽ ആഗ്രഹിക്കത്തില്ല. ഇല്ലെങ്കിൽ അതൊരു ഉഡായിപ്പ് അന്വേഷണ വഴി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചൊരു ഉഡായിപ്പ് റിപ്പോർട്ട് വാങ്ങിച്ച് ആ വഴിക്ക് അങ്ങ് പോകുമായിരുന്നു. എന്തായാലും ഈ പരാതി അന്വേഷിക്കാൻ എന്നെ ഏൽപ്പിച്ചു. ഞാൻ 142/2020 നമ്പറായിട്ട് 12/11/2020 ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ടും കൊടുത്തു. അപ്പോൾ ഇവർ ആവശ്യപ്പെട്ടത് ഇവരുടെ കൈവശമുള്ള അല്ലെങ്കിൽ ഇവരുടെ ഉടമസ്ഥതയിൽ ഇവർക്ക് ആധാരപ്രകാരം ലഭ്യമാക്കിയിട്ടുള്ള മുകളിൽ പറഞ്ഞ 34 ഏക്കറിലധികം സ്ഥലം അവർക്ക് കയറി ഉപയോഗിക്കുന്നതിനും കൈവശപ്പെടുത്തുന്നതിനും അവിടെ സ്വതന്ത്രമായിട്ട് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനും അവർ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുസും സിംഗിൻ്റെ ഭർത്താവ് PK സിംഗ്, അദ്ദേഹം ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയൊക്കെയുള്ള ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹം ഏതാണ്ട് 35-40 വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന വണ്ടിപ്പെരിയാർ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന എസ്റ്റേറ്റുകളുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുള്ള ആളാണ്. ഈ മൊത്തം സ്ഥലം 9 എസ്റ്റേറ്റുകളായിട്ടാണ് പ്രവർത്തിച്ചു വന്നിരുന്നത്. ഈ 9 എസ്റ്റേറ്റുകളിൽ ഒരു എസ്റ്റേറ്റിൻ്റെ പൂർണ്ണമായ ചുമതല ഉണ്ടായിരുന്ന ഒരു പ്രധാനിയാണ്. കാരണം ഒരു എസ്റ്റേറ്റ് എന്ന് പറയുന്നത് 1000 ഏക്കറിന് അധികം വരും.
ആ എസ്റ്റേറ്റിൻ്റെ കാര്യങ്ങളും നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് ഈ ഇദ്ദേഹമാണ്, ആ ഒരു എസ്റ്റേറ്റിൻ്റെ. അപ്പോൾ ഈ തേയിലയുടെ വിലക്കുറവും വലിയ പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായ സന്ദർഭത്തിൽ എസ്റ്റേറ്റുകളെല്ലാം ലോക്ക്ഡൗൺ ആവുകയും ഇദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അദ്ദേഹത്തിൻ്റെയൊക്കെ സ്വദേശത്തുള്ള സ്ഥലം മറ്റും വിറ്റും ഒക്കെ കൊണ്ടുവന്ന് അത് പ്രവർത്തിപ്പിച്ചു. അതായത് ഈ കമ്പനിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന RBTയുടെ ഈ ഒരു എസ്റ്റേറ്റ് മാത്രം പ്രവർത്തിച്ച ഒരു സാഹചര്യത്തിൽ പ്രത്യുപകാരമായിട്ട് ഈ റാം ബഹദൂർ താക്കൂർ ഇദ്ദേഹത്തിന് കൊടുത്ത സ്ഥലമാണ് ഈ 34.18 ഏക്കർ സ്ഥലം. അതാണ് ഈ നടപടിക്രമങ്ങളെല്ലാം തെറ്റാണ്. കാരണം ഇത് മൊത്തം സർക്കാർ ഭൂമിയാണ്. അപ്പോൾ പിന്നെ ഇത് കൊടുക്കാൻ പറ്റില്ല, വിൽക്കാൻ പറ്റില്ല, അതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. എന്തായാലും ശരി, അദ്ദേഹം ഈ ആധാരപ്രകാരം അദ്ദേഹത്തിന് കിട്ടിയ സ്ഥലത്തിന് അദ്ദേഹത്തെ കയറാനായിട്ട് തടസ്സം നിൽക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യാവസായിക സാമ്രാജ്യം കടുത്ത് എന്ന് വേണമെങ്കിൽ ഒരു ചെറിയ എസ്റ്റേറ്റ് മാഫിയ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള പോപ്സൺ എന്ന് പറയുന്ന കമ്പനിക്കെതിരെയാണ്. പോപ്സണും അവരുടെ സ്ഥാപനങ്ങളും ഇദ്ദേഹത്തെ അവിടെ കയറ്റാനായിട്ട് അനുവദിക്കില്ല. ഒരു കാരണവശാലും ഇദ്ദേഹത്തിന് അർഹതപ്പെട്ട സ്ഥലത്ത് കയറ്റാൻ പോപ്സണും അവരുടെ ആളുകളും സമ്മതിക്കില്ല. മാത്രമല്ല, ഇടുക്കി ജില്ലയിലെ പോലീസ്, രാഷ്ട്രീയ, റവന്യൂ കൂട്ടുകെട്ടും, ഒരു മാഫിയ കൂട്ടുകെട്ടെന്ന് നമുക്ക് പറയാം, അവരും ഇദ്ദേഹത്തെ ഈ പറയുന്ന സ്ഥലത്ത് കയറ്റാനായിട്ട് അനുവദിക്കത്തില്ല. ഞാൻ പ്രത്യേകം പറയുകയാണ്, ഈ സ്ഥലം സർക്കാർ ഭൂമിയാണ്. ഞാൻ ഈ റിപ്പോർട്ടിലൂടെ ഈ സ്ഥലം ഇദ്ദേഹത്തിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടില്ല. കാരണം തെറ്റിദ്ധരിക്കരുത്, നമ്മൾ പോപ്സൻ്റെ വക്താവുമല്ല, ഈ പറയുന്ന കുസും സിംഗ് അല്ലെ PK സിംഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വക്താവുമല്ല. അപ്പോൾ ഈ സ്ഥലത്ത് ഈ ആധാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം പീരുമേട് കോടതിയിൽ നിന്ന് ഈ സ്ഥലത്ത് പ്രവേശിക്കുന്നതിന് ഇഞ്ചക്ഷൻ ഓർഡറും വാങ്ങിയിരുന്നു. നമ്മുടെ പ്രബുദ്ധ പോലീസിൽ അല്ലെ നമ്പർ 1 പോലീസിൽ എന്ത് ഇഞ്ചക്ഷൻ ഓർഡർ? ഇദ്ദേഹം ആ ഇഞ്ചക്ഷൻ ഓർഡറിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സ്ഥലത്ത് പോയി കയറി. നമ്മുടെ പോലീസ് നിയമവിരുദ്ധമായിട്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇദ്ദേഹം പോയി കയറും. കൂടെ ഈ പോപ്സൺ എസ്റ്റേറ്റ് അവരുടെ കമ്പനിയിൽ ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കും. ഇദ്ദേഹത്തിൻ്റെ സ്ഥലത്തെത്തുമ്പോൾ ആയിരക്കണക്കിന് തൊഴിലാളികളെയും കൊണ്ട് ഇദ്ദേഹത്തെ വലയം ചെയ്യിക്കും. എന്നിട്ട് ഈ തൊഴിലാളികളെ കൊണ്ട് ഇദ്ദേഹത്തെ തെറി വിളിക്കുക, ചീത്ത വിളിക്കുക. തൊഴിലാളികൾക്ക് മദ്യം ഉൾപ്പെടെയുള്ള, ട്രേഡ് യൂണിയനും എല്ലാം ഇതിൻ്റെ ഭാഗമാണ്, മദ്യം ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ഇദ്ദേഹത്തെ ഉപരോധിക്കുന്ന തൊഴിലാളികൾക്ക് അവിടെ ലഭ്യമാക്കും. ഫുഡ്, മദ്യം, അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ തൊഴിലാളികൾക്ക്, ഇതെല്ലാം കമ്പനി സ്പോൺസർ ചെയ്യും. അങ്ങനെ കമ്പനി സ്പോൺസർ ചെയ്ത് ഇദ്ദേഹം ആദ്യം കയറിയതിൽ നിന്നും ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. രണ്ടാമത് ഇദ്ദേഹം വീണ്ടും 2019 കയറി. അന്നും പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അവിടുന്ന് കൊണ്ടുപോയി. ഇതിൽ ഏറ്റവും രസകരമായ സംഭവം, ഇഞ്ചക്ഷൻ ഓർഡർ ഉള്ള ഒരാൾ അയാളുടെ സ്ഥലത്ത് കയറുമ്പോൾ 151 CRPC പ്രകാരം എങ്ങനെ അറസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് ഒരു കാരണവശാലും മനസ്സിലാകുന്നില്ല. പ്രിവെൻറ്റീവ് ഒരു പോലീസിനെ നേരിട്ടെടുക്കാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഉരുമ്പിട്ട് നിൽക്കുന്ന ഒരാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് മറ്റിതര മാർഗ്ഗങ്ങളില്ലാതെ വരുമ്പോഴാണ് 151 CRPC പ്രകാരം പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്യുന്നത്. ഇത് കോടതി ഉത്തരവുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് പോകുമ്പോൾ നമ്മുടെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെക്ഷനായിട്ട് ഇതിനെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ഇടുക്കി ജില്ലയിലെ നമ്പർ 1 പോലീസാണ്. നമ്മൾ ഇടുക്കി ജില്ലയിലെ പോലീസിനെ മാറ്റാൻ കുറ്റപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇല്ല, ഇദ്ദേഹത്തിൻ്റെ സ്ഥലം ആണെന്ന് കോടതി പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഇദ്ദേഹത്തിന് കയറാനുള്ള അവകാശമുണ്ട്. അതിപ്പോൾ സർക്കാർ ഭൂമി ആയിക്കോട്ടെ, ഏത് ഭൂമി ആയിക്കോട്ടെ. ഏതായാലും ശരി, ഇദ്ദേഹത്തിനെ 2 തവണ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തു. അപ്പോൾ ഇതിൽ ഞാൻ രസകരമായിട്ട് തോന്നിയത്, ഒരാളെന്നോട് സംസാരിച്ചപ്പം പറഞ്ഞത്, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താൽ എളുപ്പമാണ്, കാരണം 3-4 പേരെ അറസ്റ്റ് ചെയ്താൽ മതി. ആ പ്രശ്നം ബാക്കിയുള്ളവരപ്പം അങ്ങ് ഒഴിഞ്ഞു പോകും. കാരണം ഈ തൊഴിലാളി ട്രേഡ് യൂണിയൻ ആളുകളും ഈ പറയുന്ന പോപ്സണും അവരുടെ ആളുകളും ഇവരെ 4 പേരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുന്നതോടുകൂടി അവിടുന്ന് പൂർണ്ണമായിട്ട് പിരിഞ്ഞു പോകും. മറ്റവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇദ്ദേഹത്തെ വലയം ചെയ്ത് നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എളുപ്പം ഇദ്ദേഹത്തെ ഒരു കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് അവിടുന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ
നടപടികൾ നടന്നു വന്നിരുന്നതും ഇദ്ദേഹം പല മേലുദ്യോഗസ്ഥർ വഴിയും നേരിട്ട് പല എസ് പിമാരുടെ അടുക്കലും പലരുടെ അടുക്കലും സംസാരിച്ചിട്ട് എനിക്ക് CPM-ൻ്റെ ജില്ലാ നേതൃത്വമായിട്ടൊക്കെ ഇതിൽ പലതവണ ചർച്ച നടന്നിട്ടുണ്ട്. എന്നാലൊന്നും ഇതിലൊരു പരിഹാരം കാണാനോ ഈ സ്ഥലത്ത് അദ്ദേഹത്തിന് കയറാനോ പറ്റിയില്ല. ഉയർന്ന പല പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴത്തെ ഒരു ADGP തന്നെ ഈ വിഷയത്തിൽ അന്നത്തെ ഒരു SP ആയിട്ട് സംസാരിച്ചു. അപ്പോൾ ഈ കട്ടപ്പന DYSP വിളിക്കും. കട്ടപ്പന DYSP പറയാൻ ധാരാളം പാടാണ്, അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് പിന്നെ പോപ്സൻ്റെ സാമ്രാജ്യമാണ്, അവരെ തൊഴിലാളികൾ ഉപരോധിക്കും, ഇദ്ദേഹം അവിടെ കയറിയാൽ പറ്റില്ല എന്ന് പറയും. അങ്ങനെ ഒരു നിലപാടെടുത്ത് ഇങ്ങനെ നീട്ടി കൊണ്ടുപോയിരിക്കുകയാണ്. ഞാനീ പറഞ്ഞ ഒരു ഇടനിലക്കാരൻ വഴി, ഇടനിലക്കാരില്ലാതെ കേരള പോലീസിലൊന്നും നടക്കില്ല. ഈ പരാതി പിന്നെ നമ്മുടെ ബെഹ്റ അദ്ദേഹത്തിന് കിട്ടുന്നു. ബെഹ്റ അദ്ദേഹത്തിന് കിട്ടുമ്പം ബെഹ്റ അദ്ദേഹത്തിൻ്റെ കീഴിലെ ADGP പോപ്സൻ്റെ ആളാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പോപ്സൺ കമ്പനിയുമായി ബന്ധപ്പെട്ട് ചില ബന്ധങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടെന്ന് അന്നത്തെ ADGPക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പോയി കണ്ടവർ തന്നെ ബെഹ്റ അദ്ദേഹത്തെ ധരിപ്പിച്ചു ഈ ഫയൽ അദ്ദേഹം കാണരുത്, അതായത് ADGP കാണാതെ ഫയൽ DGP വെക്കണം റിപ്പോർട്ട് കിട്ടിയാൽ. എന്തായാലും ശരി, ADGP കാണാതെ തന്നെ റിപ്പോർട്ട് DGP കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഫയൽ അവിടുത്തെ നോട്ട് ഫയലൊന്നും കണ്ടില്ല. പക്ഷേ ADGP എന്തിനാണ് DGP ഭയക്കുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ADGP ഈ സ്ഥലം സിവിൽ മാറ്ററാണ്, അല്ലെങ്കിൽ മറ്റൊരു നോട്ട് അവിടെ എഴുതിയാലും അതിനെ മറികടന്നൊരു കാര്യം ശരിയാണെങ്കിൽ എഴുതാൻ ബെഹ്റയ്ക്ക് അധികാരമുണ്ട്, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറയാൻ അധികാരമുണ്ട്. അപ്പോൾ എന്തായാലും ശരി, ഇവിടെ പിന്നെ കാര്യങ്ങൾ റിപ്പോർട്ടിനായിട്ട് ഡെയിലി വിളി ആരംഭിച്ചു. പരാതി കിട്ടിയതിൻ്റെ അന്ന് മുതൽ കറുപ്പസ്വാമിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അവിടെ. എന്തായി നന്ദൻ, റിപ്പോർട്ട് എന്തായെന്ന് ഡെയിലി വിളിച്ചുകൊണ്ടിരുന്നു. ഏതായാലും എനിക്ക് തോന്നുന്നു 20 ദിവസത്തേക്കകം അതിലൊരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഞാൻ കൊടുത്തു. ഈ ഡീറ്റെയിൽഡ് റിപ്പോർട്ടിൽ ഞാൻ 4 ശുപാർശകൾ പറഞ്ഞിരുന്നു. ഇത് സർക്കാർ സ്ഥലമാണെന്ന് മനസ്സിലാക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു വിജിലൻസ് അന്വേഷണം ഇതിൽ വേണ്ടി ശുപാർശ ചെയ്തു. രണ്ടാമത് പറഞ്ഞത് ഇടുക്കി ജില്ലയിൽ ലക്ഷക്കണക്കിന് ഏക്കർ സർക്കാർ ഭൂമി അന്യാധീനപ്പെട്ടിട്ടുണ്ട്. അത് സംരക്ഷിക്കുന്നതിനായിട്ട് ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനെ നോഡൽ ഓഫീസറാക്കിക്കൊണ്ട് ഒരു ഉത്തരവുണ്ടാകണം, അത് സർക്കാർ ഭൂമി സംരക്ഷിക്കപ്പെടണം. മൂന്നാമത് പറഞ്ഞേക്കുന്നത് പ്ലാന്റേഷൻ ലാൻഡിന് സീലിംഗ് വേണം. നമ്മുടെ ഈ ലാൻഡ് റിഫോംസ് ആക്ട് പ്രകാരം ഭൂമിക്ക് 15 ഏക്കർ എന്ന് പറയുന്ന ഒരു സീലിംഗ് ഉണ്ട്. പക്ഷേ ഈ പ്ലാന്റേഷൻ അതിൻ്റെ പരിധിയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിനൊരു സീലിംഗ് ഫിക്സ് ചെയ്യപ്പെടണം. അപ്പോൾ 100 ഏക്കർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ 200 ഏക്കർ ആയിക്കോട്ടെ, 300 ഏക്കർ ആയിട്ട് എന്തായാലും ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്നത്. എൻ്റെ ഈ പറയുന്ന 1 മുതൽ 6 വരെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ. അപ്പോൾ അതിനൊരു സീലിംഗ് വേണം, അതിനൊരു കണക്ക് വേണം, ഒരു അക്കൗണ്ടിങ് വേണം. നാലാമതായിട്ട് ഞാൻ പറഞ്ഞത് 2000-ന് ശേഷം നടന്നിട്ടുള്ള 500-ലധികം ഏക്കർ സ്ഥലങ്ങളിലേക്കുള്ള ട്രാൻസാക്ഷൻ സംബന്ധിച്ച് ED അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ ഒരു അന്വേഷണം വേണം. കാരണം ഇത് കള്ളപ്പണമൊക്കെ ഉപയോഗിച്ചായിരിക്കണമല്ലോ ഇത് കൈമാറ്റം നടത്തപ്പെടും. ശരിയായ രീതിയിൽ പിന്നെ വൈറ്റ് മണിക്ക് ഇത്രയും വലിയ ട്രാൻസ്ഫർ അല്ലെങ്കിൽ സെയിൽ ഡീഡുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. ഈ വിറ്റമൊക്കെ സർക്കാർ ഭൂമിയാണെന്നുള്ളതാണ് വേറൊരു തമാശ. എന്തായാലും ഈ 4 ശുപാർശകളുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ട് മുകളിലേക്ക് ഞാൻ കൊടുത്തു. എന്തായാലും പിന്നെ ഒരു ഭാഗ്യമുണ്ടായി. ഈ റിപ്പോർട്ടിൽ പറഞ്ഞ 4 ശുപാർശ നടന്നില്ലെങ്കിലും ശരി, ഞാൻ അതിനകത്ത് ഈ പോപ്സൻ്റെ ഇതിലുള്ള അവകാശങ്ങളെപ്പറ്റിയും നിലവിലുള്ള കേസുകളെ പറ്റിയും 16-ലധികം കേസുകൾ, 16 കേസാണെന്ന് തോന്നുന്നു അത് സംബന്ധിച്ച് ഒന്ന് കോടതി നിലവിലുണ്ടായിരുന്നു. ആ കേസുകളുടെ സ്റ്റാറ്റസ് ഉൾപ്പെടെയുള്ള വിവരങ്ങളും ഈ PK സിംഗിന് ഈ വസ്തുവിൻ്റെ അവകാശം സംബന്ധിച്ചുള്ള വിവരങ്ങളും എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു റിപ്പോർട്ട് കൊടുത്തു. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ PK സിംഗ് അദ്ദേഹം ആ സ്ഥലത്ത് കയറി, അദ്ദേഹം അവിടെ ആ സ്ഥലം കൈവശപ്പെടുത്തി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. എന്നേ പറയാൻ പറ്റൂ, കാരണം സർക്കാർ ഭൂമിയാണ്. അപ്പോൾ സർക്കാർ ഭൂമിയിൽ പോപ്സൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും അതിൽ പിന്നെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ 34 ഏക്കർ ഇരുന്നഞ്ചേലി കുഴപ്പമില്ലാന്നായിരിക്കാം നമ്മുടെ സിസ്റ്റം കണ്ടുപിടിച്ചിട്ടുള്ളത്. എന്തായാലും ശരി, ഇത് ഈ എസ്റ്റേറ്റ് ഈ പറയുന്ന 10,000-ലധികം ഏക്കർ സ്ഥലം പകുതിയിലധികം, അതായത് 6,000 ഏക്കറോളം സ്ഥലം പോപ്സൻ്റെ കയ്യിലാണ്. ബാക്കി പത്തനംതിട്ട ജില്ലയിലുള്ള മറ്റൊരു ടീമിൻ്റെ കയ്യിലാണ് ബാക്കി സ്ഥലം.
അപ്പോൾ എന്തായാലും ശരി, ഈ സ്ഥലം സംബന്ധിച്ച് ഒരു വിശദമായ അന്വേഷണം അല്ലെങ്കിൽ പഠനം അത്യാവശ്യമാണ്. സർക്കാർ ഭൂമി സംബന്ധിച്ചുള്ള മുഴുവൻ കാര്യങ്ങളിലും വേണം. കാരണം ഈ സ്ഥലം നമ്മുടെ ഇടവക റൈറ്റ്സ് അക്വിസിഷൻ ആക്ടിൻ്റെ പരിധിയിൽപ്പെട്ടതല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇടവക നാട്ടുരാജാക്കന്മാരുടെ ഉടമസ്ഥതയിൽ പോയ സ്ഥലമല്ല ഇത്. ഞാൻ എൻ്റെ 1 മുതൽ 5 വരെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ ലാൻഡ് നാഷണലൈസേഷൻ ഓർഡിനൻസ് എന്ന് പറയുന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമല്ല, ബന്ധപ്പെട്ടുള്ള ആക്ടിൻ്റെ അല്ലെ ആ ഓർഡിനൻസിൻ്റെ പരിധി വരുന്നതല്ല. എന്തുകൊണ്ടെന്നാൽ ഇത് വിദേശത്തേക്ക് ഇതിൻ്റെ ഉടമസ്ഥാവകാശം പോയിട്ടില്ല. ഈ സ്ഥലം നമ്മുടെ ലാൻഡ് റിഫോംസ് ആക്ടിൻ്റെ പരിധിയിൽ പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് പ്ലാന്റേഷനാണ്. അപ്പോൾ എന്നിരുന്നാലും ഇത് സർക്കാർ സ്ഥലം അല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഇത് സർക്കാർ സ്ഥലം തന്നെയാണ്. പക്ഷേ നമ്മുടെ പീരുമേട് വില്ലേജ് ഓഫീസിലെ സ്ഥിതി പരമദയനീയമാണ്. ഞാൻ എൻ്റെ 6ാമത്തെ വീഡിയോയിൽ വാഗമൺ വില്ലേജ് ഓഫീസിനെ പറ്റി പറഞ്ഞിരുന്നു. ഈ വാഗമൺ വില്ലേജ് ഓഫീസ് ഉണ്ടായിട്ടുള്ളത് പീരുമേട് വില്ലേജിൽ നിന്നാണ്. ഈ പീരുമേട് വില്ലേജിൽ ഒരു രേഖയുമില്ല, സെറ്റിൽമെൻറ്റും ഇല്ല, പോക്കുവരവും ഇല്ല, ഒന്നുമില്ല. എല്ലാം വിറ്റു. ഒറ്റ വാക്കി പറഞ്ഞാൽ മൊത്തം വിറ്റു. ഇതിൽ തുടങ്ങിയ വാഗമണ്ണിലും ഉണ്ടായിരുന്ന മൊത്തം വിറ്റു. ഇനി നമുക്ക് ഞാൻ എൻ്റെ 20ാമത്തെ വീഡിയോയിൽ പറഞ്ഞ തിരുവനന്തപുരം തലസ്ഥാന ജില്ലയിലെ നെയ്യാറ്റിൻകര വില്ലേജിൽ ഒരു രേഖയില്ലെന്ന് പറഞ്ഞ വീഡിയോയും നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. നമ്മുടെ ഒരു സർക്കാർ ഓഫീസിലും ഒരു രേഖയില്ല. ഇതൊക്കെ പൂട്ടിയിട്ട് ഇവരെയൊക്കെ അവിടെ നിന്ന് ഇറക്കി അവിടെ ശുദ്ധികലശം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.